വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക അധ്യായം 15 യേശു നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം വ്യക്തമാക്കുന്ന 3 ഉപമകൾ പറയുന്നു. നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ, നഷ്ടപ്പെട്ട നാണയത്തിന്റെ ഉപമ, നഷ്ടപ്പെട്ട മകന്റെ ഉപമ. ഇതിലെ പ്രധാന സന്ദേശം മാനസാന്തരപ്പെടുന്ന ഒരാളെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നതാണ്. 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഇടയൻ 99 ആടുകളെ വിട്ട് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി. ഒരു സ്ത്രീക്ക് 10 നാണയങ്ങളിലൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവൾ വീടെല്ലാം തിരഞ്ഞ് കണ്ടെത്തി സന്തോഷിച്ചു. ധൂർത്തപുത്രന്റെ ഉപമയിൽ ചെറുമകൻ തന്റെ അവകാശമെടുത്ത് പാഴായി ജീവിച്ചു. പിന്നീട് മാനസാന്തരപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ പിതാവ് അവനെ സ്വീകരിച്ചു. വിശുദ്ധ ലൂക്ക അധ്യായം 16 യേശു ധനസമ്പാദനവും വിശ്വസ്തതയും സംബന്ധിച്ചുള്ള ഉപമകളും പഠിപ്പുകളും പറയുന്നു. പ്രധാന സന്ദേശം ലോകസമ്പത്ത് ശരിയായി ഉപയോഗിക്കണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വിശ്വസ്തതയും കരുണയും ആവശ്യമാണ് എന്നിവയാണ്. കാര്യസ്ഥൻ തന്നെ സ്ഥാനത്തു നിന്ന് നീക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ കടക്കാരുടെ കടം കുറച്ച് ഭാവിയിൽ സഹായം നേടാൻ ശ്രമിച്ചു. ലൗകിക കാര്യങ്ങളിൽ ബുദ്ധിയുള്ളതുപോലെ ആത്മീയ കാര്യങ്ങളിലും ജാഗ്രത വേണമെന്നതാണ് ഇതിലെ സന്ദേശം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനാകും. ലോകസമ്പത്ത് ശരിയായി ഉപയോഗിക്കാത്തവർക്ക് ദൈവത്തിന്റെ യഥാർത്ഥ സമ്പത്ത് ലഭിക്കുകയില്ല. ഒരാൾക്ക് ഒരേ സമയം ദൈവത്തെയും ധനത്തെയും സേവിക്കാനാവില്ല. നിയമം നിലനിൽക്കുന്നു, എന്നാൽ സുവിശേഷം ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നു. ധനികന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനികൻ ആഡംബരത്തിൽ ജീവിച്ചു. ലാസർ ധനികന്റെ പടിവാതിൽക്കൽ കഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു ദരിദ്രനായിരുന്നു. മരിച്ച ശേഷം ലാസറിന് അബ്രഹാമിന്റെ അരികിൽ ആശ്വാസം ലഭിച്ചു. ധനികൻ പീഡയിലായിരുന്നു. ഇതിലെ സന്ദേശം ജീവിതത്തിൽ കരുണ കാണിക്കാത്തവർക്ക് മരണാനന്തരം ദാരുണ വിധി വരുമെന്നതാണ്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.